ഹലോ നമസ്കാരം. താരാസൗണ്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 2-3 ചെറിയ റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെസിപ്പിയും പുട്ടും മുട്ടക്കറിയുമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ നമുക്ക് ഉച്ചക്ക് 2 ചെറിയ റെസിപ്പീസ്, വെജിറ്റബിൾ റെസിപ്പീസാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ലഞ്ചിന് നോൺ വെജൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 5-6 വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ സവാളയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ടക്കറിയാണ് വെക്കണം. അപ്പോൾ ഇതിൽ ഞാൻ തക്കാളി ഒന്നും ചേർക്കണില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ ഒരു മല്ലിപ്പൊടിയാണ് അവർ കൂടുതൽ ചേർക്കണത്. അപ്പോൾ അത് കാരണം ഞാനിന്ന് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ചെറുതീയിലിട്ടിട്ട്. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടി 1 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ കൂടി ചേർന്നൊന്ന് സെറ്റാവാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ കപ്പിൽ 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പശുവും പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്, തേങ്ങാപ്പാലൊന്നുമല്ല. അപ്പോൾ പശുവും പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയതും കൂടി ചേർത്താൽ നല്ല അടിപൊളി കറിയാണിത്. ഇതിൽ മല്ലിയുടെ കുത്തില്ലാതിരിക്കാൻ നമ്മൾ മല്ലി പൊടികളിട്ട് ചെറുതിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണ മുട്ടക്കറിയാണിത്. തക്കാളി ചേർക്കാതെയാണ് അവരുണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറിയും വേണം. അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമുക്ക് ലഞ്ചിനുള്ള റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അച്ചിങ്ങയും കായയും കൂടിയാണെന്ന് ഒലത്തിയെടുക്കണത്. അത് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വേണ്ടി ഒരു ചെറിയ സവാളയും 2-3 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും കൂടിയും ഇട്ടിട്ട് ആദ്യം കായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് കറയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. പിന്നെ അച്ചിങ്ങ ഒടിച്ചതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 വിസിൽ കേട്ടാൽ മതിയാകും. പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മളതിലേക്ക് താളിച്ചിടാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് ചേർത്തേക്കണത്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അച്ചിങ്ങയുടെയും കായയുടെയും കൂട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി സൈഡ് ഡിഷാണത്. അച്ചിങ്ങയും കായയും നല്ല ടേസ്റ്റാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കറി കൂട്ടാൻ പറ്റും. പിന്നെ നമുക്ക് ചാറ് കറിക്ക് പരിപ്പാണ് ഞാൻ വെക്കണത്. പരിപ്പ് കറി ഞാൻ അധികം വെക്കാറില്ല, സാമ്പാറിൽ മാത്രമേ ഞാൻ പരിപ്പ് ഇടാറുള്ളൂ. അപ്പോൾ ഇന്ന് ചാറ് കറിക്ക് വേണ്ടി പരിപ്പ് എടുത്തേക്കാണ്. അപ്പോൾ അതിലേക്ക് 2 തക്കാളിയും ഒരു ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളിയും 1 കഷ്ണം ഇഞ്ചി 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം, വയറിൻ്റെയൊക്കെ ഗ്യാസ് പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാൻ 2-3 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ മിൽമാന്തയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് ഒരു 3 വിസിൽ കേട്ടാൽ മതിയാകും. പാകത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കണതാണ് ചോപ്പറിലിട്ടിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്, അധികം പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതും കൂടി ചേർത്ത് വഴറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പപ്പടവുമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.